വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ ഈ വചനാഗ്നി ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ബോധ്യങ്ങൾ, കാഴ്ചപ്പാടുകൾ, അതുവഴി നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകുന്ന വലിയ അനുഗ്രഹങ്ങൾ, അതിനെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് നമ്മളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരെയും കണ്ണുകളടയട്ടെ. കർത്താവായ യേശുവേ, ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. തിരുവചനത്തിലൂടെ നീ എന്താണ് ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? യേശുവേ, അതിനായി ഇവിടെ ഹൃദയം തുറക്കപ്പെടട്ടെ. കർത്താവേ, നീ ഇവരോട് സംസാരിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ മാറ്റേണ്ട, തിരുത്തേണ്ട മേഖലകളെ വെളിപ്പെടുത്തി കൊടുക്കണമേ. വിശുദ്ധിയിൽ വളരുവാൻ, ഉത്തമ തീരുമാനങ്ങൾ എടുക്കുവാൻ, ദൈവകൽപ്പനയെ അനുസരിക്കുവാൻ വേണ്ട കൃപ ഇവരുടെ മേൽ ചൊരിയണമേ. പാപത്തെ ഉപേക്ഷിച്ച് കർത്താവേ വിശുദ്ധിയിലേക്ക് ഓടുവാൻ, വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ മക്കളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തോട് വലിയ താല്പര്യവും ആഗ്രഹവും കൊടുക്കണമേ. ഇത് കാണുന്ന കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും വേദനയിലൂടെ, തകർച്ചയിലൂടെ കടന്നു പോകുന്നവർക്ക് നീ ഒരു ആശ്വാസമാകണമേ. പ്രത്യാശയുടെ, വിട്ടുതലിൻ്റെ കരം നീ അവിടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരുള്ള വിശുദ്ധന്മാരെ, വിശുദ്ധകളെ പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചന
നമ്മൾ ചിന്തിക്കുന്ന വിഷയം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നമ്മൾ ഈ ലോകത്തിൽ നമുക്കുള്ള സ്ഥാനം എന്താണ്, ഞാൻ ആരാണ്, എൻ്റെ പൊസിഷൻ എന്താണ്, എൻ്റെ ശക്തി എന്താണ്, എൻ്റെ നില എന്താണ് എന്നൊക്കെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെക്കുറിച്ചുള്ള സെൽഫ് അവയർനെസ് നമുക്കില്ലാതെ വരുമ്പോഴാണ്, സ്വയ അവബോധം നമുക്കില്ലാതെ വരുമ്പോഴാണ് നമ്മൾ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും പരാജയത്തിലേക്കും എല്ലാം കടന്നു പോകുന്നത്. ഞാൻ ആരാണെന്ന് തിരിച്ചറിയുവാൻ നമ്മൾ ലോകത്തിലേക്ക് നോക്കരുത്, സമൂഹത്തിലേക്കല്ല നാം നോക്കേണ്ടത്. ദൈവവചനത്തിലൂടെ ദൈവം എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്, ദൈവത്തിലേക്ക് തന്നെ നോക്കണം. അതിന് തിരുവചനത്തിലേക്ക് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്, ആശ്രയിക്കേണ്ടത്. അപ്പം തിരുവചനത്തിലൂടെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. എത്രയോ ശ്രേഷ്ഠമായ ഒരു പദവിയാണ്, എത്രയോ വലിയ സ്ഥാനമാണ് യേശു നമുക്കിവിടെ നൽകുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഞാൻ ഈ ഭൂമിക്ക്, ഈ ലോകത്തിൽ ഞാൻ ഒരു ഉപ്പായി മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഉപ്പിൻ്റെ സവിശേഷതകളെല്ലാം നമുക്കറിയാം, ഉപ്പിൻ്റെ പ്രത്യേകതകൾ. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ഉപ്പ് അത് രുചി പകരുന്നതാണ്. അടുക്കളയിലുള്ള എല്ലാ വസ്തുക്കൾക്കും, നമ്മുടെ അടുക്കളയിലുള്ള എല്ലാ ആഹാരപദാർത്ഥങ്ങൾക്കും രുചി പകരുന്ന, സന്തോഷം നൽകുന്ന ഒന്നാണ് ഉപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു ഉപ്പാണ്, ദൈവം നമ്മെ ഒരു ഉപ്പായി മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, എൻ്റെ തൊഴിൽ മേഖലകളിൽ, ഞാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാനൊരു ഉപ്പായി മാറണം. ദുഃഖിച്ച് കഴിയുന്നവർക്ക്, വേദനയിൽ കഴിയുന്നവർക്ക് ഒരാശ്വാസം, ഒരു പ്രത്യാശ, ഒരു സന്തോഷം, ഒരു സമാശ്വാസം എന്നിൽ നിന്നുണ്ടാകണം. എല്ലാ കറികളെയും, എല്ലാ ആഹാരപദാർത്ഥങ്ങളെയും ഉപ്പ് മധുരിപ്പിക്കുന്നു, രുചി ഉളവാക്കുന്നു. അത്ര ശ്രേഷ്ഠമായ ഒരു പദവിയിലാണ് ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കി വച്ചിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന എൻ്റെ ജീവിത പങ്കാളി വേദനിക്കുമ്പോൾ, കണ്ണുനീർ വാർക്കുമ്പോൾ, ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് മധുരമേകുവാൻ, ആ കൈപ്പാർന്ന അനുഭവത്തിൽ നിന്ന്
അവളെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ഒരു ഉപ്പായി, ഒരു ഭർത്താവായ ഞാൻ മാറണം. എൻ്റെ മക്കൾക്ക് ഒരാശ്വാസമായി, ഒരു സംരക്ഷണമായി എൻ്റെ സാന്നിധ്യം എൻ്റെ മക്കൾക്ക് സുരക്ഷിതത്വവും സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന ഒരു സാന്നിധ്യമായി ഞാൻ മാറണം. ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ. എൻ്റെ മാതാപിതാക്കൾക്കും അപ്രകാരം തന്നെ. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാനിതാ ഒരു ഉപ്പായി മാറുന്നു. രുചിയില്ലാതിരിക്കുന്ന അവർക്ക്, പ്രത്യാശയില്ലാതിരുന്ന അവർക്ക്, ദുഃഖത്തിൽ കഴിയുന്ന അവർക്ക് ആശ്വാസമായി, രുചിയായി, സന്തോഷമായി അവരെ രുചിപ്പിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അവരെ നിറവുള്ളവരാക്കി മാറ്റുക. ഇതാണ് ദൈവം എന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ദൗത്യം. ഒരു കുടുംബത്തിൽ ഞാനൊരു ഉപ്പായി മാറണം. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഉപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യമില്ല. ഞാനത് തിരിച്ചറിയണം. ആ ഉപ്പിൻ്റെതായ ദൗത്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഞാൻ ചെയ്യണം. അപ്രകാരം തന്നെ എൻ്റെ ജോലി മേഖലകളിൽ, പ്രവർത്തന മണ്ഡലങ്ങളിൽ, എൻ്റെ ദേശത്ത്, എൻ്റെ ഇടവകയിൽ, പ്രിയമുള്ളവരെ, ഞാൻ ഉപ്പ് പോലെ മറ്റുള്ളവരെ മധുരിപ്പിക്കുന്ന, രുചി പകരുന്ന, ആശ്വാസം കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറ്റപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത് ഉപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഉപ്പ് വസ്തുക്കളെ, ആഹാര പദാർത്ഥങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അച്ചാറിടുമ്പോൾ, മാങ്ങ ഉപ്പിലിടുമ്പോൾ, അങ്ങനെയുള്ള പല വസ്തുക്കളും, ആഹാര പദാർത്ഥങ്ങളൊക്കെ ദീർഘകാലം അത് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി, കേടുവരാതെ സൂക്ഷിക്കുവാൻ ഈ ഉപ്പിനെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇപ്രകാരം തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ ദേശത്ത്, നമ്മുടെ സമൂഹത്തിൽ ചീഞ്ഞു നാറുന്ന പല വ്യവസ്ഥിതികൾക്കും മുൻപിൽ, ചീഞ്ഞു നാറുന്ന മൂല്യശോഷണം വന്നുകൊണ്ടിരിക്കുന്ന പല മേഖലകളിലും ദൈവം നിങ്ങളെ ഇന്ന് ഈ ലോകത്തിലാക്കി വച്ചിരിക്കുന്നത് അവിടെയൊക്കെ, അവിടുത്തേക്ക് ചീയൽ മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളായിരിക്കുന്ന മേഖലകളിലുള്ള ചീയലുകൾ മാറ്റുക, പഴകുന്ന അവസ്ഥ മാറുക, മൂല്യശോഷണത്തിൽ ഇതാ അതിന് ഒരു വ്യത്യാസമുണ്ടാക്കുക. തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ആ തകർച്ചയെ മാറ്റുവാൻ, അതിന് പുളി കൂട്ടുവാൻ, സമൂഹം കേടുവരാതെ, വ്യക്തികൾ കേടുവരാതെ, ആശയങ്ങൾ, നമ്മൾ മുറുകെ പിടിക്കുന്ന ചില തത്വങ്ങൾ ഇതിനെ കേടുവരാതെ സൂക്ഷിക്കുവാൻ, പ്രിയമുള്ളവരെ, നമുക്ക് വലിയ ദൗത്യമുണ്ട്. വലിയ ദൗത്യമുണ്ട്. ദൈവം അതിനാ നിന്നെ ആക്കി വെച്ചിരിക്കുന്നു ഇവിടെ. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സഹോദരര്, പ്രിയപ്പെട്ടവര്, അവരാരെങ്കിലും പാപത്തിലേക്കോ അശുദ്ധിയിലേക്കോ ദൈവത്തിൽ നിന്നും അകന്ന് പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് വീണു പോകുന്ന അവസ്ഥയിലുണ്ടെങ്കിൽ അവരെ അവിടെ നിന്നും കരകയറ്റി, അവരുടെ പാപമാകുന്ന ചീയലുകൾ മാറ്റി, ദുസ്വഭാവങ്ങൾ, ദുശീലങ്ങളിൽ നിന്നും വിടുതൽ കൊടുത്ത് ചീയലില്ലാത്ത ഒരു സമൂഹത്തെ, വ്യക്തികളെ രൂപപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ അവരുടെ ഇടയിൽ ഒരു ഉപ്പാക്കി മാറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
അനേകരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, നിങ്ങളുടെ മക്കളെ, നിന്റെ കുടുംബത്തെ, ദേശത്തെ എല്ലാ അശുദ്ധിയിൽ നിന്നും, പാപത്തിൽ നിന്നും, ലോകത്തിൻ്റെ വക്രതകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുവാൻ പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെയാണ് ഒരു ഉപ്പായിട്ട് അവരുടെ ഇടയിൽ വെച്ചിരിക്കുന്നത്. നീ മൂലം ആ ദേശത്തിന് ഒരു സംരക്ഷണം ഉണ്ടാകണം, പ്രൊട്ടക്ഷൻ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാത്രമല്ല, ഉപ്പ് വളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പല വൃക്ഷങ്ങൾക്കും ചെടികൾക്കും ഉപ്പ് ഒരു വളമാണ്. അനേകരുടെ വളർച്ചയ്ക്ക്, അനേകര് ഫലം കായ്ക്കുന്നതിന്, അനേകരുടെ ഉന്നതിക്ക്, പ്രിയമുള്ളവരെ, എന്നെയും നിന്നെയും ഒരു ഉപ്പാക്കി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നീ അത് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഉപ്പ് ഒന്നും ഇങ്ങോട്ട് സ്വീകരിക്കുന്നില്ല. ഉപ്പ് ലോകത്തിൽ നിന്നൊന്നും ഇങ്ങോട്ട് സ്വീകരിക്കുന്നില്ല. ഒരു കറികളിൽ നിന്നും ഉപ്പ് ഉപ്പായിട്ടൊന്നും സ്വീകരിക്കുന്നില്ല. ഉപ്പിനെയാണ് കറികൾ സ്വീകരിക്കുക. കറിയിലേക്ക് ഒരു ഉപ്പിടുമ്പോൾ കറി ഉപ്പിനെ സ്വീകരിക്കുന്നു, ഉപ്പ് കറിയെ സ്വീകരിക്കുന്നില്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ലോകത്തിലാണെങ്കിലും ലോകത്തിനു വേണ്ടി നമ്മളെ തന്നെ നമ്മൾ കൊടുക്കുന്നവരായി മാറണം. ലോകത്തിനു വേണ്ടി എത്രമാത്രം നമ്മെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും, നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ബുദ്ധി, നമ്മുടെ സ്വാധീനം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമുക്കുള്ളത് മുഴുവൻ മറ്റുള്ളവർക്കായി, അനേകരുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വിശുദ്ധീകരണത്തിനും ആത്മരക്ഷയ്ക്കും വേണ്ടി, പ്രിയമുള്ളവരെ, നമുക്ക് എത്രമാത്രം കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുത്ത് 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 ഞാൻ ഇല്ലാതാകുന്ന അവസ്ഥ. ഈ ഉപ്പൊന്നും കറിയിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുന്നില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ കാര്യം, പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിലുള്ളൊരു വിശ്വാസി, ഒരു ദൈവ പൈതലിന് അവനെല്ലാം സ്വീകരിക്കുന്ന ദൈവത്തിൽ നിന്നാണ്. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ട് അവനെല്ലാം സ്വീകരിക്കുന്ന ദൈവത്തിൽ നിന്നാണ്. അവൻ ലോകത്തിൽ നിന്നൊന്നും സ്വീകരിക്കാനില്ല. അവന് കണ്ടുപിടിക്കാൻ ലോകത്തിൽ ഒന്നുമില്ല. അവന് ലോകത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ തക്കവിധമായ നന്മകളൊന്നും അവൻ അവിടെ ഇല്ല. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ട് അവൻ ദൈവത്തിൽ നിന്നാണ് എല്ലാം പ്രാപിക്കുന്നത്. അവൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതെല്ലാം അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ, അവൻ ലോകത്തിൽ നിന്ന് പഠിക്കാൻ പോകരുത്. ലോകത്തിൽ നിന്ന് അവനൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അവൻ കൊടുക്കുന്നവനാ, സ്വീകരിക്കുന്നവനല്ല. ഹല്ലേലൂയ. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം. അപ്പോൾ നമ്മുടെ ദൈവത്തിൽ നിന്ന് പഠിക്കുന്നതിനപ്പുറമായി നമുക്ക് ലോകത്ത് നിന്നൊന്നും കിട്ടാനില്ല. ഹല്ലേലൂയ. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഉപ്പ് കല്ലിനെ എത്ര ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്താലും, ഡിവൈഡ് ചെയ്താലും, അതിന് അതിൻ്റെതായ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. എത്ര ചെറുതായിട്ട് ഈ ഉപ്പിനെ പൊടിച്ചോ നിങ്ങൾ, കല്ലുപ്പാണെങ്കിലും പൊടിയുപ്പാണെങ്കിലും, എത്ര ചെറിയ തരികളായിട്ട് അത് മാറിയാലും അത് അതിൻ്റെ സ്വഭാവ ഗുണത്തെ വെളിപ്പെടുത്തുന്നു, പുറപ്പെടുവിക്കുന്നു. മുറിയുമ്പോൾ അതിന് വേദന ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൻ്റെ ദൗത്യം അത് കുറച്ച് കാണിക്കുന്നില്ല. ഇതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് നിന്ദനങ്ങളോ ഒറ്റപ്പെടുത്തലുകളോ വേദനകളോ, സ്വന്തം ജീവിത പങ്കാളിയിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ
സഹോദരങ്ങളിൽ നിന്ന് പോലും നമുക്കുണ്ടാകാം. അധികാരിയിൽ നിന്ന് മേലുദ്യോഗസ്ഥരും നമുക്കുണ്ടാകാം. നമ്മളെ മുറിപ്പെടുത്തുന്ന ഈ അനുഭവം, നമ്മളെ തകർക്കുന്ന ഈ അനുഭവം, ഒറ്റപ്പെടുത്തുന്ന ഈ അനുഭവം എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു ഉപ്പാണെങ്കിൽ, നീ എത്ര ചെറുതായി മുറിയപ്പെടുമ്പോഴും നീ ഒരു ഉപ്പായതുകൊണ്ട് നിന്നിൽ നിന്ന് നിന്റെ സ്വഭാവമേ നിനക്ക് പുറപ്പെടുവിക്കാൻ പറ്റുകയുള്ളൂ. യെസ് പ്രിയമുള്ളവരെ, ഇത് നമ്മൾ തിരിച്ചറിയണം. നാം എത്രമാത്രം വിലപ്പെട്ടവരാണ്, എത്രമാത്രം ഈ സമൂഹത്തിൽ അമൂല്യരാണ്, നമ്മുടെ ദൗത്യം എന്താണ്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൗത്യത്തിൽ വെച്ചിരിക്കുന്ന ആ ശക്തി എന്താണ്, നമ്മെ ഈ ലോകത്തിൽ ദൈവം ആരാക്കിയ വെച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ അന്യരല്ല. ഉപ്പിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരാഹാരവും ഉണ്ടാക്കാൻ ഒരു സ്ത്രീകൾക്കും ഒരു അടുക്കള പണിക്കാർക്കും സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ നിന്നെ ഒഴിവാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഈ ലോകത്തിൽ, ഈ കുടുംബത്തിൽ, ഈ ഇടവകയിൽ, ഈ ദേശത്ത് പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിലമതിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളൊരു ഉപ്പ. നിന്നെ അവഗണിച്ചുകൊണ്ട് ഒരു അടുക്കളക്കാർക്കും ഒരാഹാരം ഉണ്ടാക്കാൻ പറ്റിയല്ല. നീ അത്രമാത്രം വിലപ്പെട്ടവനാണ് സഹോദര, നീ അത്രമാത്രം സഹോദരി, നീ വിലപ്പെട്ടവളാ. പ്രിയ പൈതലേ, നീ തിരിച്ചറിയ്. ഈ തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ ബൈബിൾ പറയുന്നു, ഉപ്പിന് കാരം അറ്റുപോയാൽ, കാരം നഷ്ടപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നഷ്ടപ്പെടുന്നത്? നമ്മെക്കുറിച്ച് തന്നെയുള്ള ബോധ്യം നമുക്കില്ലായ്മ, ഞാൻ ആരാണ് എന്നുള്ള കാഴ്ചപ്പാട്, തിരിച്ചറിവ് ഇല്ലായ്മ, അജ്ഞത, ഇതാണ് കാരം നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ബൈബിൾ പറയുന്നു, കാരം നഷ്ടപ്പെട്ടാൽ, ഉപ്പിൻ്റെതായ ഗുണം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അത് വഴിയിലേക്ക് വലിച്ചെറിയപ്പെടും. യാത്രക്കാർ അതിൻ്റെ മുകളിലൂടെ ചവിട്ടി 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 നടക്കും. പൊതുജനത്തിൻ്റെ കാലുകൾക്ക് അടിയിൽ നീ ഞെരിഞ്ഞ് അമരുന്നവനായി മാറ്റപ്പെടും. എത്രയോ പരിതാപകരമായ അവസ്ഥ, എത്രയോ പരിതാപകരമായ അവസ്ഥ. നീ വലിച്ചെറിയപ്പെടും. ഒരു വീട്ടിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ഉന്നത സ്ഥാനത്ത് നിന്ന് നീ വലിച്ചെറിയപ്പെടും. തെരുവിലേക്ക് വലിച്ചെറിയപ്പെടും. തെരുവിൽ മറ്റുള്ള സാധാരണ യാത്രക്കാരായ മനുഷ്യരുടെ ചവിട്ടേറ്റ് നീ കിടക്കേണ്ടി വരും. ആ അവസ്ഥയിലാണോ നിങ്ങൾ? കാരം നഷ്ടപ്പെട്ട അവസ്ഥയിൽ, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട്, അവഗണിക്കപ്പെട്ട്, ഉപേക്ഷിക്കപ്പെട്ട്, നിന്ദാപാത്രമായിട്ട്, വേദനയിലും ദുഃഖത്തിലും ലക്ഷ്യമറിയാതെ ചത്തതിന് നോക്കുമേ ജീവിതം എന്ന അവസ്ഥയിൽ എല്ലാവിധ ഭാരങ്ങളും വേദനകളുമായിട്ട് കരയുന്ന ഒരവസ്ഥയിലാണോ ഇന്ന് നിങ്ങൾ കഴിയുന്നത്? പ്രിയമുള്ളവരെ, അവിടെ നിന്ന് നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഉറ നഷ്ടപ്പെട്ടു പോയാൽ എങ്ങനെ നമുക്ക് ഉറ കൂട്ടാം? അഗ്നിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ, യേശു നൽകുന്ന അഗ്നിയാൽ നിന്നെ ഉറ കൂട്ടാൻ യേശുവിന് സാധിക്കും. ആയതിനാൽ ഈ അഭിഷേകം, ഈ ഉറ കൂട്ടുന്ന അഗ്നിയുടെ അഭിഷേകം വേണ്ടിയവരെല്ലാം എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ഇരു കരങ്ങളും യേശുവിൻ്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട്, പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ ഈശോയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളും കരം ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, നീ ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിലെ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരം നഷ്ടപ്പെട്ട ഉപ്പുകളായിട്ട് ഇവർ മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രത്യാശ നഷ്ടപ്പെട്ട, വിശ്വാസം നഷ്ടപ്പെട്ട, വിശുദ്ധി നഷ്ടപ്പെട്ട, ദൈവകൃപ നഷ്ടപ്പെടുത്തി കർത്താവേ, ഓ ഇവര് നഷ്ടപ്പെട്ട അവസ്ഥയിൽ, ഓ വഴിയിറമ്പിൽ കിടക്കുന്ന, വഴിവക്കിൽ കിടക്കുന്ന അവസ്ഥയിലാണ് കഴിയുന്നതെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ അഗ്നിയാൽ, ആത്മാവിന്റെ അഗ്നിയാൽ, ആത്മാവിന്റെ അഭിഷേകത്തിന്റെ അഗ്നിയാൽ ഇവരെ ഉറകൂട്ടപ്പെടട്ടെ, ഉറകൂട്ടപ്പെടട്ടെ, ഉറകൂട്ടപ്പെടട്ടെ. ഓ ശക്തി പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ അഗ്നി അഭിഷേകം ഈ മക്കളുടെ മേൽ കത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ ഉപ്പിന്റെ മഹത്വം നീ ഇവർക്ക് വെളിപ്പെടുത്തണമേ. ഞാനാണ് ഉപ്പ്. ആ ഉപ്പിന്റെ വില മനസ്സിലാക്കുവാൻ കൃപയൊഴുകട്ടെ, കണ്ണുകൾ തുറക്കപ്പെടട്ടെ, മനസ്സ് തുറക്കപ്പെടട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. ഇവരായിരിക്കുന്നിടത്തെല്ലാം, വീട്ടിലും നാട്ടിലെ ഇടവയിൽ ദേശത്ത് അനുഗ്രഹമായി, ഒരു ഉപ്പായി അനേകരെ മധുരിപ്പിക്കുന്ന, രുചി പകരുന്ന, സന്തോഷം നൽകുന്ന യേശുവേ, കൃപയുള്ളവരായി ഒരു മാറ്റപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. പ്രാർത്ഥന കേട്ട നല്ല ദൈവമേ നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ